അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ അവൻ്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരം ആയത്തുകൾ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പണ്ഡിതന്മാർ എന്താണോ മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്നത് അത് തന്നെയാണ് ശരി എന്ന് വിശദീകരിച്ചത് കാണാൻ കഴിയും. ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ സുന്നി വിഭാഗം സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എന്നല്ല പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. സൂറത്തുൻ നഹ്ലിലെ വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹി സുമ്മ ഇദാ മസ്സകുമുൽ ദുർറു ഫഇലൈഹി തജഅറൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നത് കാണാം. അന്നഹു തആല ബയ്യന അന്ന ജമീഅൻ നിഅമി മിനല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിൽ നിന്നാണ് എന്നതാണ്. സുമ്മ ഇദത്തഫഖ ലി അഹദിൻ മദറ തൂജിബു സവാല ശൈഇൻ മിൻ തിൽക നിഅമി ഫഇലല്ലാഹി യജ്അർ. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അത്തരം ആളുകൾക്കുണ്ടാകുമ്പോൾ അവർ അല്ലാഹുവിലേക്ക് അഭയം തേടുകയാണ്. ഐ ലാ യസ്തഗീസു അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റാരോടും അവർ ഇസ്തിഗാസ നടത്തുകയില്ല, സഹായം തേടുകയില്ല. എന്തേ അവർ അല്ലാഹു അല്ലാത്ത ആരോടും സഹായം തേടാത്തത്? ബിഅന്നഹു ലാ മഫ്സഅ ലിൽ ഖൽഖി ഇല്ലാ ഹുവ, അല്ലാഹുവല്ലാതെ അഭയം തേടിച്ചെല്ലാൻ മറ്റാരുമില്ല എന്ന ബോധം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അല്ലാഹുവല്ലാത്തവരോട് അവർ ഇസ്തിഗാസ നടത്തുകയില്ല. ഫകാന്നഹു തആല ഖാല ലഹും ഫഅൈന അൻതും അൻ ഹാദിഹി തരീഖ ഫീ ഹാലിർ റഖാഇ വസ്സലാമ. എന്നാൽ ഈ പ്രയാസത്തിന്റെ സന്ദർഭങ്ങളിൽ അല്ലാഹുവിനോട് മാത്രം തേടുന്ന നിങ്ങൾ സന്തോഷത്തിന്റെ സന്ദർഭങ്ങളിൽ അല്ലാഹുവല്ലാത്തവരോട് തേടുന്നതെന്തേ എന്നാണ് അല്ലാഹു ഇവിടെ ചോദിച്ചത് എന്ന് റാസി തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് അങ്ങനെ നമ്മുടെ ദുആ കേൾക്കാൻ അതിനുത്തരം ചെയ്യാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നല്ല അവർ പറയുന്നത്. അതുകൊണ്ടാണ് മുജാഹിദുകൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ചോദിക്കുന്നത്, അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ല സ്വയം കഴിവുകൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തിലായിരുന്നു മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവല്ലാത്തവരോട് തേടിയിരുന്നത് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ കഴിയുമോ? അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് സഹായം തേടുന്നത് എന്ന ന്യായമാണല്ലോ ഇവിടെ പറയുന്നത്. മുജാഹിദുകൾ ചോദിക്കുന്നത് ഇതാണ്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടൊന്നുമല്ല ഞങ്ങൾ ഇവരെ സഹായിക്കുന്നത്, മറിച്ച് സ്വയം കഴിവ് കൊണ്ടാണ്, സ്വയം ഇവർ ഞങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണ് മക്കയിലുണ്ടായിരുന്ന ആളുകൾ അല്ലാഹുവല്ലാത്തവരോട് തേടിയത് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ തെളിവുദ്ധരിക്കാൻ കഴിയുമോ എന്നാണ് മുജാഹിദുകൾക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണ്? അങ്ങനെയാണല്ലോ ഇവിടെയും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കൊടുത്ത കഴിവ് സഹായിക്കും എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല, എല്ലാവരും വിചാരിച്ചിരുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും അതിനെ എതിർക്കുകയാണ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ആ വിശ്വാസം വെച്ചു പുലർത്തിയ ആളുകൾ അല്ലാഹുവല്ലാത്തവരോട് തേടിയപ്പോ അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഇവർ സഹായിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് തേടിയപ്പോ വിശുദ്ധ ഖുർആൻ എതിർത്തു. അതിനെതിരെ ഖുർആനിൽ ന്യായങ്ങളുണ്ടെങ്കിൽ അല്ല, അവർക്ക് അല്ലാഹുവല്ലാത്തവർക്ക് സ്വയം കഴിവുണ്ട്, അല്ലാഹു കൊടുക്കാത്ത കഴിവിൽ നിന്നാണ് അവർ സഹായിക്കുന്നത് എന്നായിരുന്നു അവരുടെ വിശ്വാസം എന്ന് തെളിയിക്കുന്ന ആയത്തുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കുക, ഹദീസ് ഉണ്ടെങ്കിൽ അതും വിശദീകരിക്കുക. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا.
സ്വദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് മൗലവിയുടെ വിഷയാവതരണം കേട്ടപ്പോൾ എനിക്ക് പഴയ ഒരു കവിയുടെ കഥയാണ് ഓർമ്മ വന്നത്. പണ്ടൊരു കവി ഒരു കവിത തയ്യാറാക്കിയിട്ട് ഒരു സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവതരിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചു. അങ്ങനെ അദ്ദേഹം കവിത പാടാൻ വേണ്ടി പോകുമ്പോൾ ഷർട്ട് മാറിയിട്ടാണ് പോയത്. എഴുതി വച്ച കുറിപ്പ് അപ്പുറത്തെ കുപ്പായത്തിലായിരുന്നു. ഈ കുപ്പായത്തിൽ ഭാര്യ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ എഴുതിപ്പെടുത്ത കുറിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാന കവിതാ സമ്മേളനത്തിയ ആ കവി പയറഞ്ഞായി അരി 1/2 കിലോ എന്ന് തുടങ്ങി പുതിയൊരു കവിത അവതരിപ്പിച്ച കഥ കേട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ മൗലവി ഏതോ ഒരു കവലപ്രസംഗത്തിന് എഴുതി കൊടുത്ത മാറ്ററുമായി ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ സത്യത്തിൽ ഞാൻ